ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി അപ്പത്തിന് മാവ് അരച്ച് വെച്ചതാട്ടോ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ പൊന്തി പുറത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല കുഴിയുള്ളൊരു പാത്രത്തിലാണ് അരച്ച് വെച്ചത്. അപ്പോൾ മാവൊക്കെ റെഡിയായിരിപ്പുണ്ട്. പിന്നെ അപ്പം ചുടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് വരുന്നത് ഒരു ടാസ്ക്കാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അടുക്കളയിൽ അടുപ്പിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ ഗ്യാസിലാണ് ചെയ്യണതെങ്കിലും ചൂടിനൊരു കുറവില്ല കേട്ടോ. നമ്മുടെ ആകെ വിയർത്തുരുകും. അങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവർക്കാണെങ്കിൽ കുറച്ച് സമയം ഇടവിട്ട് ഇങ്ങനെ വിശക്കുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം മാവ് അരച്ച് വെച്ചതാണ്. അങ്ങനെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ബാക്കി അപ്പങ്ങളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ വെക്കേഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പറമ്പാണ് കളിക്കാനായിട്ട്. അപ്പോൾ രാവിലെ ചായയും ചോറും ഒന്നും വേണ്ട, ഒരു പോക്കാണ്. അങ്ങനെ ഒരു മാവുണ്ടെങ്കിൽ മാവിൻ്റെ ചോട്ടിൽ വീഴണ മാങ്ങ മുഴുവൻ കഴിക്കും. പേരയുടെ ചോട്ടിലും അങ്ങനെ കിട്ടണതെല്ലാം കഴിച്ചും ഓടിയും കളിച്ചും ഒക്കെയാണ് കുട്ടികൾ വലുതാവണത്. അപ്പോൾ അവർക്ക് നമ്മൾ വിളിച്ച് ഭക്ഷണം കൊടുത്തെങ്കിൽ മാത്രമാണ് അവർക്ക് വിശക്കുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഈ വാഴ ഒടിഞ്ഞ് പോയിട്ടുണ്ട്. ഞാനത് കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് വീഡിയോയിൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് ഉണങ്ങി, ഇതിൻ്റെ വാഴക്കൈ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടി എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൊലയും വെട്ടി മാറ്റാം. ഇതിനകത്തുനിന്ന് പിണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ, വാഴപ്പിണ്ടി. അപ്പോൾ ഈ മുറ്റത്തേക്ക് ഇതിങ്ങനെ കിടക്കുന്നതും കുറച്ച് ദിവസമായി. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീനും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ വാഴയൊക്കെ കൈകളെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു കൊലയായിരുന്നു കേട്ടോ. പക്ഷേ അതെന്താണ് ഒടിഞ്ഞു പോയി, ഇനി അതിൻ്റെ വെയിറ്റ് കൊണ്ടാണോ ഒടിഞ്ഞു പോയെന്ന് അതും അറിയില്ല. കായ്കളൊന്നും വലുതായില്ല. അപ്പോൾ ഇത് വലിയ കായ്കൾ നന്നായിട്ട് വലുതാവുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള കായ്കൾ വലിയ പഴമായിട്ട് വലിയൊരു കൊലയായേനെ. എന്തായാലും ഈ പരുവത്തിനാണ് കിട്ടിയേക്കണത്. ഇനിയിപ്പോൾ ഇത് കറിയൊക്കെ വയ്ക്കാം. അങ്ങനെ അതവിടെ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വാഴക്കൈകളെല്ലാം വെട്ടി വാഴത്തടയും ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കുറ്റി ഞാൻ അവിടെ നിർത്തി, എന്നിട്ട് ബാക്കിയിട്ടതിൽ നിന്ന് പിണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ പോളകൾ ഇങ്ങനെ പൊളിച്ചെടുക്കണമല്ലോ. അങ്ങനെ കുറേ അധ്വാനങ്ങൾ ചെയ്ത് ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിണ്ടിയും പരിപ്പും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ്. സിമ്പിളായിട്ടുള്ള കറി കേട്ടോ. ഈ പിണ്ടി ഒന്ന് അരിഞ്ഞെടുക്കുക, അത് വേവിച്ചിട്ട് പരിപ്പും വേവിച്ചിട്ട് നമ്മൾ സാധാരണ പോലെ കുത്തിക്കാച്ചി ഉള്ളിയും മുളകൊക്കെ ചേർത്ത് കുത്തിക്കാച്ചി എടുത്താൽ നല്ല അസലായിട്ടൊരു കൂട്ടാനാവും. അപ്പോൾ ഞാൻ പിണ്ടിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്, പരിപ്പും വേവിച്ചു. പിന്നെ ഞാൻ ഉള്ളിയും മുളകൊക്കെ മൂത്തപ്പോൾ അതിലേക്ക് വേപ്പില ഇട്ടിട്ട് ഇനി പരിപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പരിപ്പും ഉപ്പിട്ടാണ് വേവിച്ചത്, പിണ്ടി ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചത്. അപ്പോൾ പരിപ്പ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇട്ട് എടുത്തേക്കുന്നത്, ഒട്ടും വെള്ളമില്ലാതെ. പിണ്ടിയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ അത് കോമ്പിനേഷനായിട്ട് പൊക്കോളും. ഇത് അരിഞ്ഞെടുക്കാനുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ. നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഈസിയാണ്. വയറിനും ഏറ്റവും നല്ല ഭക്ഷണമാട്ടോ. നാരുകൾ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വാഴപ്പിണ്ടിയിൽ. അപ്പോൾ വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്കും ഏറ്റവും നല്ല ഒരു സംഭവമാട്ടോ ഈ വാഴപ്പിണ്ടി. പിന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് അത്യാവശ്യം തണുപ്പും തരണ ഒരു ഭക്ഷണമാണ് വാഴപ്പിണ്ടി.
അങ്ങനെ പിണ്ടിക്കൂട്ടാനൊക്കെ റെഡിയാക്കി. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് തേങ്ങയും മാങ്ങയും ഉണക്കച്ചെമ്മീനൊക്കെ കൂട്ടിയിട്ട് ഒരു ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, ഞാനത് ഇതിനിടയ്ക്ക് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തു. അങ്ങനെ ചമ്മന്തിയും പിണ്ടിയും അച്ചാറൊക്കെ കൂട്ടി ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 3 മണി സമയമൊക്കെ ആയപ്പോൾ നല്ല വെയിലും ഉണ്ട്, നൂലിട്ട പോലെ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. മഴയും വെയിലും കുറുക്കൻ്റെ കല്യാണം എന്ന് പറഞ്ഞ പോലെയാണ്. ചെറിയ കാറ്റും ഉണ്ട്. മഴ കാര്യമായിട്ടൊന്നും പെയ്തില്ല, ഇങ്ങനെ തന്നെ അങ്ങോട്ട് ചാറി അങ്ങോട്ട് പോയി. സുപ്രിയ ചേച്ചിയുടെ കുട്ടിച്ചാത്തൻ ഇതിലെങ്ങാണ്ടോ പാസ് ചെയ്തതാന്ന് തോന്നുന്നു, വേറെ എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്യിക്കാൻ വേണ്ടി. എന്തായാലും ഇവിടെ പെയ്തില്ല, അങ്ങനെ അങ്ങോട്ട് പോയി അത്. പിന്നെ വൈകുന്നേരം ഞാൻ ജ്യൂസാട്ടോ ഉണ്ടാക്കിയത്, ചായ ഉണ്ടാക്കിയില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ മുന്തിരി ഉണ്ടായി, അപ്പോൾ മുന്തിരി ജ്യൂസ് അടിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കുട്ടികളൊക്കെ വീടിനകത്ത് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വീടിനകത്തും നല്ല ചൂട് തന്നെയാണ്, പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ ഒട്ടും നിവൃത്തിയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വീടിനകത്ത് തന്നെ ഇരുന്ന് കഴിച്ചു കൂട്ടാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തോരം പാടവും പറമ്പും ഒക്കെ ഉണ്ടായി ഓടിക്കളിക്കാനായിട്ടല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നുമില്ല. ഒരു കണക്കിന് അവരുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. പിന്നെ അതുങ്ങൾ മൊബൈലൊക്കെ ആയിട്ട് കളിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതും കൊള്ളുമൊന്നുമില്ല കണ്ണിന്, എന്നാലും വേറൊരു നേരം പോക്കും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ അവർക്ക് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാനും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.